ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. സ്ലിഹ നോമ്പിൻ്റെ 4-ാം ദിവസമായ ഇന്ന് നമുക്ക് ഒരുമിച്ചുള്ള ധ്യാന ചിന്തയ്ക്കായി ഒരുങ്ങാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാകുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം നാം നോക്കുമ്പോൾ അതിൽ അനന്യാസിൻ്റെ ദർശനവും ശൗലിൻ്റെ സ്നാനവുമാണ് നമുക്ക് കാണാനായി സാധ്യമാകുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ശൗലിൻ്റെ മാനസാന്തരമാണ് കാണുവാൻ ഇടയാകുന്നത്. പരീക്ഷനിൽ പരീക്ഷനായിരുന്ന ശൗൽ, ദൈവത്തെയും ദൈവവചനത്തെയും ദൈവവഴികളെയും എതിർത്തിരുന്ന ശൗൽ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് അവനെ പിടിക്കുന്നതിലൂടെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് കാണാൻ കഴിയും. ഒന്നാമതായി, അവൻ ക്രിസ്തുവിന്റെ നാമം വഹിക്കേണ്ടതാകുന്നു. ഇസ്രായേൽ ജനത്തിന് അവനൊരു സാക്ഷിയായി തീരണമെന്ന ഒരു ഉദ്ദേശം കർത്താവിന് ശൗലിനെ കുറിച്ച് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുവേണ്ടി കർത്താവ് ഇവിടെ അനന്യാസിനെ എടുത്ത് ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. ഈ വേദഭാഗത്ത് അനന്യാസിനോട് ദൈവം ശൗലിൻ്റെ അടുക്കൽ പോകുവാൻ കൽപ്പിക്കുകയും എന്നാൽ ഒഴിവുകൾ പറയുകയും ചെയ്യുമ്പോൾ, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു എന്ന് പറയുകയാണ്. ഇതിലൂടെ ദൈവത്തെ അനുസരിക്കുന്ന അനന്യാസിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. അനന്യാസിന്റെ ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്, ഉള്ളിനുള്ളിൽ എത്രയെല്ലാം കയ്പിന്റെ അനുഭവത്തിൽ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിപ്പാനും സഹായിക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്ന്. രണ്ടാമതായി, കർത്താവിന്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടതകൾ ഏൽക്കണമെന്ന് കാണിപ്പാൻ. ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി കർത്താവ് ശൗലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ നാമം എടുത്തവനെ പീഡിപ്പിക്കുകയും ശൗൽ മാനസാന്തരം കൈവരിക്കുന്നതിലൂടെ കർത്താവിന് വേണ്ടി എന്തെല്ലാം പീഡനങ്ങൾ ഞാൻ സഹിക്കേണ്ടി വരും എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. ശൗലിന്റെ ജീവിതത്തിലേക്ക് മാനസാന്തരം അല്ലെങ്കിൽ രൂപാന്തരം നടക്കുവാൻ വേണ്ടി കർത്താവ് അവനെ അന്ധനാക്കി തീർക്കുന്നതായി ഈ വേദഭാഗത്തിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ കർത്താവിന് സൗഖ്യമാക്കുവാൻ സാധ്യമാകുന്ന കാര്യം കർത്താവ് ഇവിടെ അനന്യാസിലൂടെ പൂർത്തിയാക്കുകയാണ്. ഏതൊരു വ്യക്തിയുടെ മാനസാന്തരത്തിനായി ഒരു മനുഷ്യനെ ഉപകരണമായി ഉപയോഗിക്കാറുണ്ട് എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നാം എല്ലാവർക്കും പാപമോചനം സാധ്യമാണ്. നമ്മുടെ പാപങ്ങൾ എത്ര വലിപ്പമേറിയതായാലും അവയെല്ലാം ക്ഷമിപ്പാൻ മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് പൗലോസിന്റെ ജീവിതത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാം എങ്ങനെയൊക്കെയോ ആയാലും ദൈവിക പ്രവർത്തനങ്ങൾക്കായി ദൈവത്തിന് നമ്മളെ പുനർനിർമ്മിക്കുവാൻ സാധിക്കുമെന്ന് ഈ വേദഭാഗം പഠിപ്പിക്കുന്നു. പാപികളെ പുതുക്കി പണിയുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അപ്രകാരം നമ്മെ ഓരോരുത്തരെയും പുതുക്കി പണിയുവാനായി ദൈവം മുൻപാകെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അറിഞ്ഞും അല്ലാതെയും അനേകം പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പാപിയാം ഞങ്ങളെ ശുദ്ധീകരിച്ച് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ഉള്ളിൽ സാധ്യമാക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.